ഞാനും ഈ പറഞ്ഞ പോലെ 32ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്നത്തെ 10 കൊല്ലം മുന്നേ എന്ന് പറയുമ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ അന്വേഷിച്ചിട്ട് നമുക്ക് യോജിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 2004 തൊട്ട് ഞങ്ങൾ മലയാറ്റൂർക്ക് കാൽനടയായിട്ട് കുരിശുമുട്ട് ഇവിടെ ഞങ്ങൾ കുറച്ച് CYM യുവാക്കൾ പോയിരുന്നു. അതിന്നും ഞങ്ങൾ തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരേ പ്രാവശ്യം പോകുമ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് നേർന്നിട്ടാണ് പോവുക. ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്, ഇന്ന ആളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയാവാൻ വേണ്ടി. അങ്ങനെ ഒരു വർഷം പോയപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും കൂടി ഞങ്ങൾ കൂടെ 5-8 പേരുണ്ടാവും. ഞങ്ങളൊരു ദിവസം ഒരു ശനിയാഴ്ച രാത്രി വൈകിട്ട് 4 മണിക്ക് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് നടന്ന് പിറ്റേ ദിവസം കാലത്ത് മലയാറ്റൂർ കയറി ഞങ്ങൾ തിരിച്ചു പോരാറ്. ആ വർഷം കയറി പിറ്റത്തെ വർഷം ആ സമയമാകുമ്പോഴേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കാൻ സഹനത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു വിവാഹത്തിനുള്ള എൻ്റെ അഭിപ്രായമാണ്. അത് പലർക്കും മാറ്റങ്ങളുണ്ടായിരിക്കാം. എനിക്ക് എൻ്റെ ജീവിതാനുഭവം ദൈവത്തിലേക്ക് അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് എടുക്കാനുള്ള കാരണം. പൊതുവേ നമ്മൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി കഴിഞ്ഞാൽ നിർത്താം, നമുക്കിത് മതി എന്നുള്ള കണ്ടീഷനില്ലേ. പക്ഷേ മക്കൾ കൂടുന്തോറും നമ്മുടെ സ്നേഹവും നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും കൂടുക എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളും വളർന്ന് വലുതാവണം. അതോടെ നമുക്ക് സ്നേഹത്തിൻ്റെ കൂടുതലുണ്ടാവണുള്ളൂ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് എത്ര കിട്ടുന്ന കിട്ടുന്നതിനനുസരിച്ച് ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുക. അതനുസരിച്ച് നമുക്ക് കിട്ടുന്നത് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അത് നഗ്നമായ സത്യം എന്ന് പറയാം. അത് നമ്മൾ എവിടെയും നോക്കി കഴിഞ്ഞാൽ ഒരാളും പള്ളിയിലേക്ക് പൈസ കൊടുത്തിട്ട് ഒരാളും നശിച്ചു പോയവർ ആരും എൻ്റെ അറിവിൽ ഇത്രയും കാലത്തെ 43 വയസ്സായ ജീവിതത്തിലും ഇല്ല. ഇടവകയിൽ ഞായറാഴ്ച ദിവസം പള്ളിക്ക് പോവും. പിന്നെ വാർഷിക ധ്യാനം ഉണ്ടെങ്കിൽ വാർഷിക ധ്യാനം കൂടും. അല്ലാണ്ടുള്ള വേറെ കാര്യങ്ങൾക്കും പോകാൻ നേരം കിട്ടാറില്ല. ഹസ്ബൻഡ് പിന്നെ പള്ളിയിലെ ഓരോ കാര്യങ്ങൾക്ക് എന്ത് കാര്യത്തിലുണ്ട്. സോഷ്യലായിട്ട് നമ്മൾ പല വീടുകളിലും ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഇടപെടുന്നു. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ AKCC സംഘടനയുടെ വൈസ് പ്രസിഡൻ്റാണ് ഞാനിവിടെ. അപ്പോൾ പള്ളിയുമായിട്ട് എപ്പോഴും നമ്മൾ പറഞ്ഞില്ല, ഞങ്ങൾ കുറച്ച് ചെറിയ ഇടവകയാണ്. പക്ഷേ എന്ത് കാര്യങ്ങളും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണവരാണ്. അതിന് ഞങ്ങളുടെ മുൻകാലങ്ങളിൽ ചേട്ടന്മാരായാലും ഞങ്ങൾ കാണിച്ചാൽ നിൽക്കണത് സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുക. ഞങ്ങൾ 140 വീട്ടുകാരും ഒരേപോലെ സ്നേഹത്തിൽ നിൽക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് പള്ളിയായിട്ട് എടുത്തുക്കണതുകൊണ്ട് നമുക്ക് ഗുണങ്ങളേ ഉള്ളൂ. എനിക്ക് മനസ്സിലായത് ഒരു 15-16 വയസ്സോട് അല്ലെങ്കിൽ ഒരു 12 വയസ്സോട്ട് നമ്മൾ പള്ളിയുമായിട്ട് എടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഏറ്റവും അടിത്തറ വരുന്ന ഒരു സമയമാണത്. ആ സമയത്ത് നമ്മൾ പള്ളിയുമായിട്ട് എടുത്ത് നിൽക്കുക, പ്രാർത്ഥന കാര്യങ്ങളിൽ ഒക്കെ മുൻപന്തിയിൽ നിന്ന്, സംഘടനയിലൊക്കെ മുൻപന്തിയിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ തീർച്ചയായും അത് എവിടെ വേണമെങ്കിലും പറയാം, എത്ര ഇതിലായിട്ട് പറയാം, തീർച്ചയായും അങ്ങനെയുള്ള ഒരാൾ ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് വരും ചെയ്യും, ജീവിത വിജയം നേടും ചെയ്യും. ഒരിക്കലും അവൻ നശിച്ചു പോവില്ല എന്ന് 100% സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയിലെ യുവാക്കൾ എപ്പോഴും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 വയസ്സ് തൊട്ട് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് CYM ആയാലും ഓൾട്ടർ ബോയ്സ് ആയാലും ജീസസ് യൂത്ത് തൊട്ട് ഇപ്പോൾ AKCC വന്ന അങ്ങനെ സംഘടനയെ കൂടെ അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതവും അതേപോലെ ഉയർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയിൽ ഇടദിനത്തോടനുബന്ധിച്ച് ഇടദിനം ഇവർക്ക് സമ്മാനം കൊടുക്കണ ഒരു ഇതുണ്ടായി. അപ്പോൾ ഞാനിങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഉണ്ട്, നിൻ്റെ പിള്ളേരുകൾ സമ്മാനങ്ങൾ എന്തോരം മേടിച്ച് കൂട്ടണ്. ആ ഒരു എന്താ പറയുക, ഇപ്പോഴേ അവർ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ആയിട്ടുള്ളൂ. അതായത് 1ാം ക്ലാസ്സിൽ 2 പേര്, പിന്നെ 5ാം ക്ലാസ്സിൽ അവർ എപ്പോഴും അവരുടെ പേര് തന്നെ ഒക്കെ സനല് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും കാറ്റീസം മുടങ്ങാണ്ട് പോയി വന്നതിന് ക്ലാസ്സിൽ ഫസ്റ്റിന് ഓരോന്നിനും മേടിക്കുമ്പോൾ നമുക്കത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ എല്ലാവരും ഇങ്ങനെ മേടിക്കണ കാണുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷവും. മക്കൾ കൂടുന്തോറും അവർ തമ്മിലുള്ള സ്നേഹവും നമുക്ക് അവരോടുള്ള സ്നേഹവും കൂടി വരിക തന്നെയുള്ളൂ. അത് ജീവിതത്തിൽ എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ എന്താ പറയുക, ഓരോരുത്തരും മനസ്സിലാക്കി ഈ രീതിയിലേക്ക് വരാൻ വളരെ നല്ലത്. എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് പഠിപ്പുണ്ട്, ആൺപിള്ളേർക്കായാലും പഠിപ്പുണ്ട്. 2ആളും തുല്യതയിലാണ് പോണത്. അപ്പം കല്യാണം കഴിഞ്ഞ് ജോലി ആവണം, ജോലി കഴിഞ്ഞിട്ട് കുറച്ചാൾ ഫ്രീ ആയിട്ട് നടക്കണം, അതിനുശേഷം മക്കൾ മതി എന്നാണ് ഇപ്പം മിക്ക നവദമ്പതികളുടെയും തീരുമാനം. ചെറുപ്പക്കാരായാലും കല്യാണം കഴിഞ്ഞ ഉടനെ നമുക്ക് ദൈവം തരാണെങ്കിൽ ദൈവത്തിനൊരു സമയമുണ്ട് നമുക്ക് മക്കൾ വേണമെന്ന്, ആ സമയത്ത് നമ്മൾ മക്കളെ സ്വീകരിക്കാം. അതല്ല മറിച്ച് ദൈവം തരണ സമയത്ത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കാതെ
ദൈവം തരുന്ന മക്കളെ നമ്മൾ സ്നേഹത്തോടെയും അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി മക്കളെ സ്വീകരിക്കുക. നമുക്ക് എപ്പോഴും നമ്മുടെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്തല്ല, നമുക്ക് കല്യാണം കഴിയുമ്പോൾ തൊട്ട് പ്രാർത്ഥിക്കണം. പ്രഗ്നൻ്റ് ആവാൻ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയും പിന്നെ അതിനുശേഷം നമ്മൾ 9 മാസം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട്. ഞാൻ എൻ്റെ 4 ഡെലിവറി പ്രഗ്നൻ്റ് സമയത്തും ഞാൻ വയറ്റിൽ കൈവച്ച് മക്കൾക്ക് വയറിൽ കൈവച്ച് ഞാൻ ചേട്ടനോടും പറയും ഇടയ്ക്ക് രാത്രി കിടക്കാൻ നേരത്തൊന്ന് വയറ്റിന് കൈവച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ജനിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അതിന് മുന്നേ വയറ്റിലിരിക്കുന്ന സമയത്ത് തന്നെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം ചിലപ്പോൾ അവർ കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, അത് നമ്മൾ നോക്കണ്ട. വലുതാകുമ്പോൾ ചിലപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലം ഭാവിയിലായിരിക്കും അവർക്കത് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പലരും ഇപ്പോൾ വേണ്ട പിന്നീട് മതി, 1 മതി 2 മതി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞാൽ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞവരെ പിന്നീട് ഓടി നടക്കണം. മക്കളില്ലാണ്ടുള്ള സങ്കടവും കാര്യങ്ങളും 1 വർഷം 2 വർഷം 4 വർഷം 10 വർഷം 17 വർഷമായിട്ടും മക്കളില്ലാണ്ട് ഈ പറഞ്ഞ പോലെ 1-2 കൊല്ലത്തേക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പോൾ 17 വർഷമായിട്ടും മക്കളില്ലാത്തവരുണ്ട്. അപ്പോൾ അവരുടെ സങ്കടം കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ നവദമ്പതികളോട് പറയാൻ, നിങ്ങൾ എത്രയും നേരത്തെ കുട്ടികളെ സ്വീകരിക്കുക. അത് എത്ര 1, 2, 3, 4, കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര പേര് നമ്മളെ നോക്കാനും നമുക്ക് നോക്കാനുണ്ടാവും എന്ന് നമുക്കൊന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്നത്തെ ദമ്പതികളോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മക്കളുണ്ടായി അത് എത്ര എണ്ണം നിങ്ങളുടെ സൗകര്യം സന്തോഷം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്.